ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭാഗവത മാഹാത്മ്യം 2. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഇന്ന് ഭാഗവത സപ്താഹത്തിൻ്റെ ഫലം കിട്ടിയ മറ്റൊരു കഥ കൂടി പറയാം. തുംഗഭദ്ര തീരത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ആത്മദേവൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ദുന്ദുലി കലഹപ്രിയയും ആർത്തിയും അസൂയയും ഉള്ളവളായിരുന്നു. അവർക്ക് കുട്ടികളില്ലായിരുന്നു. അതിൻ്റെ വിഷമത്താൽ അലഞ്ഞു നടന്ന ആത്മദേവൻ വഴിയിൽ ഒരു സന്യാസിയെ കണ്ടു. ദുഃഖിതനായ ആത്മദേവനോട് എന്താണ് ദുഃഖത്തിന് കാരണമെന്ന് സന്യാസി ചോദിച്ചു. എനിക്ക് കുട്ടികളില്ല, അതുകൊണ്ട് എനിക്ക് അതിയായ ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വളർത്തുന്ന പശുവിനും കുട്ടികളില്ലെന്ന് പറഞ്ഞു. സന്യാസി ഒരു മാമ്പഴം കൊടുത്തിട്ട് അത് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് സന്യാസി പോയി. ബ്രാഹ്മണൻ സന്തോഷത്തോടെ ആ മാമ്പഴം ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദുർബുദ്ധിയായ ദുന്ദുലി മാമ്പഴം കഴിച്ചാൽ ഗർഭിണിയാകും, വയർ വീർത്തു വരും, പ്രസവത്തിന് ബുദ്ധിമുട്ടണം, കുട്ടിയെ വളർത്തണം എന്നൊക്കെ വിചാരിച്ച് മാമ്പഴം കഴിച്ചില്ല. അവളുടെ അനുജത്തി ഒരു ദിവസം അവിടെ എത്തി. അവളോട് ദുന്ദുലി മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ ഗർഭിണിയാണെന്ന്, ഞാൻ പ്രസവിച്ചാൽ കുട്ടിയെ ചേച്ചിക്ക് നൽകാമെന്നും പറഞ്ഞു. പ്രസവിക്കുന്നത് വരെ ചേച്ചി ഗർഭിണിയാണെന്ന് അഭിനയിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ മാമ്പഴം പശുവിന് കൊടുക്കാൻ പറഞ്ഞു. അനുജത്തി പറഞ്ഞതുപോലെ മാമ്പഴം പശുവിന് കൊടുത്തു. അനിയത്തി പ്രസവിച്ചപ്പോൾ ആരും അറിയാതെ ആ കുഞ്ഞിനെ ദുന്ദുലിക്ക് കൊണ്ട് കൊടുത്തു. മാമ്പഴത്തിൻ്റെ ഫലം കൊണ്ടാണ് നമുക്ക് കുട്ടി ഉണ്ടായതെന്ന് ദുന്ദുലി ആത്മദേവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആത്മദേവൻ കുഞ്ഞിനെ കണ്ട് വളരെ സന്തോഷിച്ചു. ദുന്ദുലിയെ സഹായിക്കാനെന്നും പറഞ്ഞ് അനിയത്തിയെയും അവിടെ വീട്ടിൽ താമസിപ്പിച്ചു. ഈ സമയത്ത് മാമ്പഴം കഴിച്ച പശുവും പ്രസവിച്ചു. സുന്ദരനായ ഒരു കുട്ടിയെയാണ് പ്രസവിച്ചത്. ഈ അത്ഭുതം കാണാൻ ധാരാളം ആളുകൾ വന്നു പോയിക്കൊണ്ടിരുന്നു. പശുവിൻ്റെ ചെവി പോലുള്ള ചെവി ആയിരുന്നതുകൊണ്ട് ആ കുട്ടിക്ക് ഗോകർണൻ എന്ന് ആത്മദേവൻ പേരിട്ടു. ദുന്ദുലിയുടെ അനുജത്തിയുടെ പുത്രന് ദുന്ദുകാരി എന്നും പേരിട്ടു. 2 ബാലന്മാരും ആ വീട്ടിൽ വളർന്നു വന്നു. യുവാക്കന്മാരായപ്പോഴേക്കും ഗോകർണൻ സൽസ്വഭാവിയും വിജ്ഞാനിയും പ്രസിദ്ധനുമായി തീർന്നു. എന്നാൽ ദുന്ദുകാരി മഹാദുഷ്ടനും ധൂർത്തനുമായിരുന്നു. അവൻ ദുഷ്പ്രവൃത്തികൾ ചെയ്തും മോഷണം നടത്തിയും ജീവിച്ചു. പുത്രൻ്റെ ദുഷിച്ച സ്വഭാവത്താൽ ആത്മദേവൻ്റെ ധനമെല്ലാം നശിച്ചു. അവൻ്റെ പീഡനം സഹിക്കാതെ ഗോകർണൻ്റെ നിർദ്ദേശപ്രകാരം അച്ഛനും അമ്മയും വാനപ്രസ്ഥം സ്വീകരിച്ച് വനത്തിൽ പോയി ഹരിസേവ ചെയ്ത് ജീവിച്ചു. കുറച്ചു കഴിഞ്ഞ് ആത്മദേവൻ സ്വർഗം പ്രാപിച്ചു. അതിനുശേഷം തിരിച്ചു വന്ന ദുന്ദുലി കുറേ നാൾ പുത്രൻ്റെ പീഡനം സഹിച്ച് ജീവിച്ചു. പിന്നെ അവസാനം സഹിക്കാൻ വയ്യാതെ പൊട്ടക്കിണറ്റിൽ ചാടി മരിച്ചു. ഗോകർണൻ ഇതൊന്നും നോക്കാതെ നേരത്തെ തന്നെ തീർത്ഥാടനത്തിനായി പോയി കഴിഞ്ഞിരുന്നു. അവിടെ ഒരു യോഗിയെപ്പോലെ ജീവിച്ചു. ദുന്ദുകാരിയുടെ ഭാര്യമാർ അവന് പണമില്ലാഞ്ഞതിനാൽ അവനെ അവസാനം ബാധിച്ചു. ദുന്ദുകാരി ഗോകർണനെ കാണാൻ പോയിരിക്കുകയാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. കാലം കുറേ കഴിഞ്ഞപ്പോൾ ദുന്ദുകാരി മരിച്ചെന്നറിഞ്ഞ് ഗോകർണൻ സഹോദരന് വേണ്ടി കർമ്മങ്ങളും ഗയാശാസ്ത്രവും നടത്തി. പിന്നെ സ്വന്തം വീട്ടിൽ വന്ന് താമസം തുടങ്ങി. ഒരു ദിവസം ഉറങ്ങാൻ കിടക്കവേ ദുന്ദുകാരിയുടെ പ്രേതം വന്ന് ബഹളം ഉണ്ടാക്കി. നീ ആരാണെന്ന് ഗോകർണൻ ചോദിച്ചു. ഞാൻ ദുന്ദുകാരിയുടെ പ്രേതമാണെന്നും ഞാൻ ചെയ്ത മഹാപാപങ്ങൾ കൊണ്ട് എനിക്ക് ഗതി കിട്ടിയിട്ടില്ലെന്നും ഈ അന്ധകാരത്തിൽ നിന്ന് എന്നെ കരകയറ്റണമെന്നും പറഞ്ഞു. താൻ ഗയാശ്രാദ്ധവും കർമ്മങ്ങളും ചെയ്തല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ മഹാപാപിയാണ്, അതുകൊണ്ടാണ് എന്നെ ഇനി രക്ഷിക്കാൻ വേറെ വഴി കണ്ടുപിടിക്കാൻ അപേക്ഷിച്ചു. പല ജ്ഞാനികളുമായിട്ട് ഗോകർണൻ ആലോചിച്ചെങ്കിലും ഒന്നും നടക്കാഞ്ഞതിനാൽ സൂര്യദേവനെ നമസ്കരിച്ച് പ്രേതമോചനത്തിന് എന്ത് വേണമെന്ന് ചോദിച്ചു. ഭാഗവത ശ്രവണത്തിനാൽ അവന് മുക്തി ലഭിക്കുമെന്ന് സൂര്യൻ പറഞ്ഞു. അങ്ങനെ ഭാഗവത സപ്താഹം നടത്താൻ ഗോകർണൻ തീരുമാനിച്ചു. 7 ദിവസം കൊണ്ട് ഭാഗവതം വായിക്കാൻ തുടങ്ങി. ഗോകർണൻ്റെ വായന കേൾക്കാൻ ധാരാളം ആളുകൾ കൂടി. ദുന്ദുകാരിയുടെ പ്രേതം അവിടെ ഉണ്ടായിരുന്ന 7 മുട്ടുകളുള്ള ഒരു മുളങ്കമ്പിൽ കയറിയിരുന്നു ഭാഗവതം കേട്ടു. 1-ാം ദിവസം വായന അവസാനിച്ചപ്പോൾ ഒരത്ഭുതമുണ്ടായി. പ്രേതം ഇരുന്ന മുളയുടെ ഒരു മുട്ട് പൊട്ടി. അങ്ങനെ ഓരോ ദിവസവും ഓരോ മുട്ടുവീതം പൊട്ടിക്കൊണ്ടിരുന്നു. അവസാനം 7 ദിവസവും ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോൾ 7 മുട്ടും പൊട്ടി. പ്രേതം ദിവ്യാകൃതി പൂണ്ട് പുറത്തു വന്ന് സഹോദരനെ നമസ്കരിച്ചു.
എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ കൃപ കൊണ്ട് എനിക്ക് മോചനം കിട്ടി. അപ്പോൾ ഒരു വിഷ്ണുദൂതൻ വിമാനവുമായി വന്ന് ദുന്തുകാരിയെ അതിൽ കയറ്റി. എല്ലാവരും കഥ കേട്ടല്ലോ, പിന്നെ എന്താണ് ഒരാൾക്ക് മാത്രം സദ്ഗതി കൊടുക്കുന്നതെന്ന് ഗോകർണൻ ചോദിച്ചു. പ്രേതം മുളകൊമ്പിലിരുന്ന് ഭാഗവതം ശ്രദ്ധിച്ചു കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജ്ഞാനം ലഭിച്ചതുകൊണ്ടാണ് ഇവനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു സപ്താഹം കൂടി നടത്തി ഭാഗവതം ശ്രദ്ധിച്ചു കേട്ടാൽ എല്ലാവർക്കും മുക്തി ലഭിക്കുമെന്ന് വിഷ്ണുദൂതൻ പറഞ്ഞു. ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം നടത്തിയപ്പോൾ വിഷ്ണു ഭഗവാൻ ദിവ്യവേഷത്തിൽ വന്ന് ഗോകർണനെയും ഭാഗവതം ശ്രദ്ധിച്ചു കേട്ടവരെയും എല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഈ കലിയുഗത്തിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രം മുക്തി ലഭിക്കാൻ സാധിക്കും. മഹാഭാഗവതം പാരായണം ചെയ്യുന്നവർക്കും അത് കേൾക്കുന്നവർക്കും മോക്ഷം ലഭിക്കുന്നതായിരിക്കും. ഈ കലികാലത്ത് ഗംഗാനദി സ്നാനം, ഭഗവത്ഗീത പാരായണം, ഗായത്രി മന്ത്രം ചൊല്ലുക, തുളസീദള ധാരണം, ഗോപീചന്ദനം ചാർത്തുക, സാളഗ്രാമ പൂജ, ഏകാദശി വ്രതാനുഷ്ഠാനം ഇവ 8 ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങളാണ്. കുഞ്ഞുങ്ങളെ, ഇനി ഭാഗവതം വായിക്കാൻ സമയം ലഭിക്കാത്തവർക്ക് എല്ലാ ദിവസവും ചെല്ലാൻ ഏകശ്ലോകി ഭാഗവതം കൂടി പറഞ്ഞിട്ട് നിർത്താം. സമയമില്ലാത്തവർ ഈ ശ്ലോകം ദിവസവും ചൊല്ലിയാൽ മതി. ശ്ലോകം: ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിമരണം കുന്തീസുതാപാലനം തത്സദ്ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹവും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത കഥകൾ പറയുന്നത് നിർത്തുകയാണ്. ഓം തത്സത്.